ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ ഇന്ന് മിസ് പെട്ടെന്ന് സുവോളജീൻ്റെ ബോട്ടണീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ പലർക്കും മെയിൻ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഇനിയും മെയിൻ എക്സാം എഴുതേണ്ട ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞവർക്ക് മിസ് കുറച്ച് ലേറ്റ് ആയി പോയി, ബട്ട് സ്റ്റിൽ ബാക്കിയുള്ളവർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ മിസ് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സുവോളജീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുവോളജീൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. മീൻസ് ടോട്ടൽ 20 മാർക്കാണ്. 1.5 hour ആണ് നിങ്ങളുടെ സുവോളജി പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻവേർട്ടിബ്രേറ്റ് ആനിമലിനെ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ഒരു പെർട്ടിക്കുലർ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ക്യാരക്ടർ അത് എഴുതാന്നാണ്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഒരു 1/2 മാർക്ക് ഉണ്ടാവും. പിന്നെ ഈ ഒരു പോയിന്റ് എഴുതുന്നതിന് ഒരു 1/2 മാർക്ക് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ എന്താണ്? 1 മാർക്കാണ് സ്കോർ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വേർട്ടിബ്രേറ്റ് ആനിമൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതാണ് വേർട്ടിബ്രേറ്റ് ആനിമൽ എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ലൈക്ക് പിജിയൺ, അതുപോലെ ഷാർക്ക്, റോഹു, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അല്ലേ? അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. അവിടെ ഇതേപോലെ ഒരു ഐഡന്റിഫൈങ് ക്യാരക്ടർ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഏതാണോ ഉള്ളത് സ്പെസിഫിക് ആയിട്ട് അത് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഐഡന്റിഫിക്കേഷന് 1/2 മാർക്കും അതുപോലെ ആ ഒരു വാല്യൂ പോയിന്റ് എന്താണ്? 1/2 മാർക്കും ആണ്. അങ്ങനെ ടോട്ടൽ അഗൈൻ 1 മാർക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സൈനോവിൽ ജോയിന്റ് വെച്ചിട്ടുണ്ടാവും. അതിൽ 4 ജോയിന്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ജോയിന്റ് ആയിരിക്കും ഒരു ബാച്ചിന് വെച്ചിട്ടുണ്ടാവുക. അത് ചിലപ്പം പിക്ചർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മോഡൽ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അത് ഏതാണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് നോക്കി ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷന് 1/2 മാർക്ക് വരും. പിന്നെ ഒന്നെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസും എക്സാമ്പിളും ഒരു അല്ലെങ്കിൽ ലൊക്കേഷൻ ആണ് അറിയാമെങ്കിൽ ലൊക്കേഷനും പിന്നെ ഒരു എക്സാമ്പിളും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒന്നും നോക്കാതെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ 2 പോയിന്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പോൾ അതിനും ടോട്ടലായിട്ട് എന്താണ്? 1 മാർക്കാണ് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? ഒരു പെർട്ടിക്കുലർ മോഡൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ലങ്സ്, ഹാർട്ട്, അതുപോലെ കിഡ്നി, യൂറിനറി സിസ്റ്റം, ഐ, ഇയർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പാർട്ട് നിങ്ങളോട് ചോദിക്കാം. എന്നിട്ട് അതിന്റെ ആ ഒരു പാർട്ടിന്റെ കറക്റ്റ് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇതേപോലെ ഐഡന്റിഫിക്കേഷന് 1/2 മാർക്കും പിന്നെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അതിന് 1/2 മാർക്ക് വരുന്നുണ്ട്, നിങ്ങൾ എഴുതുന്ന ആ ഒരു ഫംഗ്ഷന്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 1 മാർക്ക് തന്നെയാണ് വരുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മസിൽ ടിഷ്യൂ തന്നിട്ടുണ്ടാവും. 3 ടിഷ്യൂസ് ആണ് അല്ലെ? സ്ട്രെയിറ്റഡ്, നോൺ സ്ട്രെയിറ്റഡ് ആൻഡ് കാർഡിയാക് മസിൽ അല്ലെ? ഇതിന്റെ ഒരു പെർമനന്റ് സ്ലൈഡ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് സ്പോട്ടഡ് സൈറ്റ് ആണ്. നിങ്ങൾ പോയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക ഏതാണെന്നുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതിന് ഡയഗ്രാമിന് 1 മാർക്ക് ഉണ്ട്. അത് ലേബൽ ചെയ്യാനും മറക്കരുത്. പിന്നെ അവിടെ ഐഡന്റിഫിക്കേഷൻ എന്താണ്? 1/2 മാർക്കാണ് വരുന്നത്. പിന്നെ ലേബലിങ്ങിനും സ്പെഷ്യൽ ആയിട്ട് 1/2 മാർക്ക് ഉണ്ട്. അങ്ങനെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം നമ്മൾ ലേബൽ ചെയ്തില്ലെങ്കിൽ അവിടെ 1/2 മാർക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകും. ഡയഗ്രാം വരച്ചില്ലെങ്കിൽ 1 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ലേബൽ ചെയ്ത് വരയ്ക്കാനുള്ള കാര്യം വിട്ടുപോകാതിരിക്കുക കേട്ടോ. കാരണം നിങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് വരും, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഡയഗ്രാം വരയ്ക്കാൻ വിട്ടുപോകും. അങ്ങനെ ആവരുതെന്നാണ് മിസ് പറഞ്ഞത്. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രിയോളജി സ്ലൈഡ് ആണ്. ടിഎസ് ഓഫ് ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അവിടെയും നിങ്ങൾക്ക് ഒരു ഡയഗ്രാം വരയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും ഇതേപോലെ തന്നെയാണ് സ്കോറിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അവിടെ 1/2 മാർക്ക് ഐഡന്റിഫിക്കേഷനും അതുപോലെ തന്നെ ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്കും ലേബൽ ചെയ്യുന്നതിന് 1/2 മാർക്കും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 2 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ 7th ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ചും അല്ലെങ്കിൽ വിസ്റ ഓഫ് ഫ്രോഗ്. ഇത് രണ്ടും കുറച്ച് ടഫ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ നമുക്ക് അവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഡയഗ്രാം നിങ്ങൾ വരച്ചു പഠിച്ചേ പറ്റുള്ളൂ. അതിന്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ സ്കോർ എത്രയാണ് വരുന്നത്? 3 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ ഒരു ബാച്ചിന് എന്താണ് വിസ്റ ഓഫ് ഫ്രോഗ് വെക്കാം, ചിലപ്പോൾ ഒരു ബാച്ചിന് കോക്രോച്ച് വെക്കാം. അത് എക്സാമിനറിന്റെ ഒരു ഇതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം വരയ്ക്കാൻ പറയും. ഇത് ഓരോ സ്കൂളിലും വ്യത്യാസമാണ്. ചിലപ്പം ഇഷ്ടമുള്ളത് വരച്ചോളാൻ പറയും, ഐദർ കോക്രോച്ച് ഓർ ഫ്രോഗ്. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ബാച്ചിന് ഒന്ന് പറയും, അടുത്ത ബാച്ചിന് വേറെ പറയും. അങ്ങനെ ചിലപ്പോൾ മാറി മാറിയും പറയാം. ഓക്കെ, അത്
എങ്ങനെയാണോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ ഓർ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാത്തോജന്റെ ഒരു പിക്ചർ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ അതിന്റെ സ്ലൈഡ് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്പെസിമെൻ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ഡിസീസ് ഏതാണെന്നുള്ളത് നിങ്ങൾ എഴുതണം, അത് ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ ആ ഡിസീസിന്റെ ഒരു പെർട്ടിക്കുലർ സിംറ്റം നിങ്ങൾ എഴുതണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ടോട്ടൽ 2 മാർക്സ് കിട്ടുന്നത്. ഇനി അവിടെ വരുന്ന ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ഓർ അനലോഗസ് ഓർഗൻസ് ആണ്. അതും നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും, ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ എവല്യൂഷണറി ഇമ്പോർട്ടൻസ് നിങ്ങൾ എഴുതാം. ഓക്കെ, അതിന്റെ ബേസിസിലാണ് മാർക്ക് വരുന്നത്. സോ ഇവിടെയും നിങ്ങളോട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, അതും എക്സാമിനർ അപ്പൊ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ അത് മാറിപ്പോകരുത്. ഇതിൽ രണ്ടിനും നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അത് നിങ്ങളോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് നമ്മുടെ സ്ലൈഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ലൈഡ് പ്രിപ്പറേഷനിലും ഇതുപോലെ ബ്ലഡ് സ്മിയറും ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ ചീക്ക് എപ്പിത്തീലിയം ഉണ്ട്. ഇതും ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് നിങ്ങളോട് പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് ടോട്ടൽ എന്താണ് 2 മാർക്കാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് നമ്മുടെ സാമ്പിൾസ്. അപ്പൊ സാമ്പിൾസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാമ്പിൾ വെക്കും, ഐദർ പ്രോട്ടീൻ ഓർ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അവിടെ ഏതാണ് ഉള്ളത്, ആൽബുമിൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ സൊല്യൂഷൻ എയും വെച്ചിട്ടുണ്ടാവും, സൊല്യൂഷൻ ബിയും ഉണ്ടാവും. അപ്പൊ ആ 2 സൊല്യൂഷനിൽ ഏതിലാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഉള്ളതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് എഴുതുക, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടെസ്റ്റിന്റെ ആ പ്രൊസീജിയറും കാര്യങ്ങളും നിങ്ങൾ എഴുതി തന്നെ സബ്മിറ്റ് ചെയ്യുക. അതിനും ടോട്ടലായിട്ട് സ്കോർ വരുന്ന എന്താണ് 2 മാർക്സ് ആണ്. നിങ്ങൾ അതിന്റെ പ്രൊസീജിയർ എഴുതാൻ മറന്നു പോകരുത്, അത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് നിങ്ങളെ എക്സാമിനറിനെ കാണിച്ചു കൊടുക്കണം. ടെസ്റ്റ് ട്യൂബ് അന്നേരം തന്നെ മറിച്ച് കളഞ്ഞ് അത് കഴുകി എടുത്ത് വെക്കരുത്. അതൊക്കെ നമ്മൾ ടെൻഷൻ കാരണം ചിലപ്പോൾ ചെയ്തു പോകും, അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആരെ കാണിച്ചു കൊടുക്കണം, നമ്മുടെ എക്സാമിനറിനെ കാണിച്ചു കൊടുക്കണം. പിന്നെ വൈവയില് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് 1 മാർക്ക് വരും. അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ആരും എക്സാമിന്റെ ടെൻഷൻ കാരണം ഒന്ന് രാവിലെ റെക്കോർഡ് ബുക്ക് ഒന്നും എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ മക്കളെ. കൃത്യമായിട്ട് റെക്കോർഡ് ബുക്ക് തലേ ദിവസം തന്നെ എടുത്ത് വെക്കുക. ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നീറ്റ്ലി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ചെന്നിട്ട് ആ ഒരു ടെൻഷനിൽ റെക്കോർഡ് ഇല്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ നിങ്ങൾ ഓർത്ത് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇരട്ടിപ്പണിയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സുവോളജിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ മിസ് ഒരു കാര്യം പറയാണ്, അതായത് ആർക്കെങ്കിലും ഒക്കെ ഇനി പ്രാക്ടിക്കൽസിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കിനിക്സിന്റെ ലാബിനിക്സ് ഉണ്ട്, കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റിന് 99 റുപ്പീസ് ആണ് വരുന്നത് പെർ സബ്ജക്റ്റ്. നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടല്ലോ, ഇനി ഒത്തിരി കുട്ടികൾക്ക് എന്താണ് ലാബ് എക്സാം നടക്കാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാണുന്ന ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇത് പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ഈ ഒരു നമ്പർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി എക്സാം ഉള്ളവർക്കൊക്കെ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തകർത്ത് സുവോളജി എക്സാം എഴുതിയിട്ട് വരിക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. So thank you. Bye bye. Take care.